പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച് പരീക്ഷ നടക്കുന്ന ഇപ്പോൾ ഈവൻറ്റ് സെമസ്റ്റർ പരീക്ഷ നടക്കുന്ന 2ാം സെമസ്റ്റർ വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികളോടുമാണ്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 വീഡിയോ ചെയ്തിരുന്നു. അതിൽ പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു, ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ, അതോ തളർത്തരുത് എന്ന രീതിയിലുള്ള കമൻറ്റ്സ്. നിങ്ങളുടെ എല്ലാ കമൻസുകളും ഞാൻ ആദരവോടുകൂടി സൂക്ഷിക്കുന്നു. പക്ഷേ ഒരു കാര്യം പറയാം, പ്രത്യേകിച്ച് 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികളോട്, ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പഠിക്കുക? ഈ സെമസ്റ്റർ പരീക്ഷ കൂടി ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്കോ ഫർദർ സ്റ്റഡീസിനോ പോവാം. പല വിദ്യാർത്ഥികളും കേരളത്തിനും ഇന്ത്യക്കും പുറത്തൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ് ഏറ്റവും നല്ലത്. ഒരു പ്രോഗ്രാമിൻ്റെ കംപ്ലീഷൻ പലപ്പോഴും നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും. പല വിദ്യാർത്ഥികളും നമ്മളെ കാണുമ്പോൾ പറയാറുണ്ട്, ആ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ആ സെമസ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു, ഫർദർ സ്റ്റഡീസിന് പോകാമായിരുന്നു. ഇപ്പോൾ അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയാണ്. ഒരു കൊല്ലം കൂടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ. ഇങ്ങനെ വരുമ്പോൾ ഡിപ്രഷൻ റേറ്റ് കൂടും, നമുക്ക് ആങ്സൈറ്റി ഡിസോർഡർ വരാം, പോസ്റ്റ് ട്രോമാറ്റിക് സിറ്റുവേഷൻ വരാം. കാരണം നമ്മുടെ കൂടെയുള്ള മിക്കവരും ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുക. അത് ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. പെട്ടെന്നുള്ള കരിയർ ബ്രേക്ക്. പഠിക്കാനുള്ള ചിലപ്പോൾ ടാലൻറ്റ് ഉണ്ടാവണമെന്നില്ല, പക്ഷേ പ്രാക്ടിക്കൽ നോളജ്, സ്കില്ല് ഇതെല്ലാം ഉണ്ടാവുന്ന കുട്ടികളായിരിക്കും. ആ കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് ഡിഗ്രി പാസ്സായാൽ മതി, അതിനുശേഷം ഫർദർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്രദമായേനെ, ചെയ്തിരുന്നെങ്കിൽ, ജയിച്ചിരുന്നെങ്കിൽ നന്നായേനെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയുക? പരീക്ഷ സമയത്ത് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ പറയണം. പരീക്ഷ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകാം. ചില വിഷമങ്ങൾ മാറി സന്തോഷം വരാൻ, കാർമേഘം മാറി തെളിഞ്ഞ ആകാശം വരണമെങ്കിൽ ചില കാര്യങ്ങൾ നേരത്തെ കൂട്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. സോ അങ്ങനെ മാത്രം അതിനെ കണ്ടാൽ മതി. പഠിച്ചു മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.